എന്നെ കാണിക്കാൻ വരുന്ന ഒരുപാട് രോഗികളുടെ പ്രശ്നം അവരുടെ രക്തധമനികളുടെ കാൽഷ്യം ബ്ലോക്കുകളാണ്. കാൽഷ്യം ബ്ലോക്കുകൾ ഉള്ളത് കാരണം പലപ്പോഴും അവരോട് ബൈപ്പാസ് ഓപ്പറേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ടാവും. എല്ലാവർക്കും വേണ്ട എന്താണെന്ന് വെച്ചാൽ ബൈപ്പാസ് എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ട് ഈ കാൽഷ്യം ബ്ലോക്കുകൾ ആൻജിയോപ്ലാസ്റ്റിയിലൂടെ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ആക്കി തരൂ എന്നുള്ളതാണ്. ഇതിനായിട്ടുള്ളൊരു പുതിയ മാർഗമാണ് 5 സ്റ്റെപ്പ് ആൻജിയോപ്ലാസ്റ്റി. കാൽഷ്യം ആൻജിയോപ്ലാസ്റ്റിയിലൂടെ തന്നെ പൂർണ്ണമായും നീക്കിക്കളയാനുള്ള 5 നൂതന ആൻജിയോപ്ലാസ്റ്റി ടെക്നിക്കുകൾ കമ്പൈൻ ചെയ്യുന്ന ഒരു ചികിത്സ. എന്തുകൊണ്ടാണ് കാൽഷ്യം ബ്ലോക്കുകൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്? സാധാരണ രീതിയിലുള്ള സിമ്പിൾ ആൻജിയോപ്ലാസ്റ്റിയിൽ ഉപയോഗിക്കുന്ന ബലൂണുകളോ സ്റ്റെന്റുകളോ കാൽഷ്യം ഉള്ള ബ്ലോക്കിലൂടെ കടത്തിവിടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തടസ്സം. അതുകൊണ്ട് തന്നെ ഈ കാൽഷ്യത്തെ തുരന്ന് കളഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് അവിടെ ഒരു സ്റ്റെന്റ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. കാൽഷ്യം ഉള്ള ഒരു വ്യക്തിക്ക് സ്റ്റെന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലും ആ സ്റ്റെന്റിൽ വീണ്ടും വീണ്ടും ബ്ലോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ആർക്കൊക്കെയാണ് ഈ കാൽഷ്യം ബ്ലോക്കുകൾ കൂടുതലായിട്ട് വരാൻ സാധ്യതയുള്ളത്? പ്രധാനമായിട്ടും പ്രമേഹ രോഗമുള്ളവര്, കിഡ്നി അസുഖമുള്ളവര്, പ്രായം 65 വയസ്സിൽ കൂടുതലുള്ളവര്, അതുപോലെ തന്നെ വിട്ടുമാറാത്ത നീർക്കെട്ട് ശരീരത്തിലുള്ളവര്. ഇനി എന്തൊക്കെയാണ് ഈ 5 സ്റ്റെപ്പ് ആൻജിയോപ്ലാസ്റ്റിയിൽ ഉപയോഗിക്കുന്നത്? ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാവുന്നത് ചില പ്രത്യേക ബലൂണുകളാണ്. ഈ ബലൂണിനെ കട്ടിംഗ് ബലൂൺ എന്ന് പറയും. ഈ ബലൂണിന്റെ പുറം ഭാഗത്ത് നേരിയ കത്തി ഉണ്ടാവും. ബലൂൺ വികസിക്കുന്ന സമയത്ത് ഈ കത്തി കാൽഷ്യത്തെ പൊടിക്കുകയാണ്. അതുപോലെ തന്നെ സ്കോറിംഗ് ബലൂൺ എന്ന് പറയുന്ന മറ്റൊരു ബലൂണും ഉപയോഗിക്കാറുണ്ട്. ഈ ബലൂണിന് ചുറ്റും മൂർച്ചയുള്ള വയറുകൾ ഉണ്ടാവും. ഇതാണ് കാൽഷ്യത്തെ പൊട്ടിക്കുന്നത്. രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്നത് റോട്ടയാണ്. ഈ റോട്ട എന്ന് പറയുന്നത് ഡയമണ്ടുകളാണ്. മൂർച്ചയുള്ള ഒരു ഗ്രൈൻഡർ വെച്ചിട്ട് കാൽഷ്യത്തെ പൊടിച്ചു കളയാണ്, തുരന്ന് കളയാണ്. മിനിറ്റിൽ ഏകദേശം 1.5 ലക്ഷത്തോളം തവണ കറങ്ങി തിരിയുന്ന ഈ ഡയമണ്ടിന്റെ ഡ്രില്ല് കാൽഷ്യത്തെ ഒരു ചുവന്ന രക്താണുവിനേക്കാളും ചെറിയ രീതിയിലേക്ക് പൊടിച്ചു കളയുന്നത് കാരണം ഇത് രക്തത്തിൽ അലിഞ്ഞു പോവാണ്. മൂന്നാമത്തത് ഓർബിറ്റൽ ആൻജിയോപ്ലാസ്റ്റിയാണ്. ഇതും ഒരു ഡ്രില്ല് തന്നെയാണ്. പക്ഷേ ഈ ഓർബിറ്റൽ ഡ്രില്ലിന്റെ ചലനം ഒരു പ്രത്യേക രീതിയിലുള്ളതായത് കാരണം രക്തധമനികളിലെ കാൽഷ്യമുള്ള ഭാഗത്ത് മാത്രമേ പൊടിക്കൽ നടക്കുന്നുള്ളൂ. ആരോഗ്യമുള്ള ഭാഗത്തേക്ക് കേടുപാടുകൾ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ മെച്ചം. നാലാമത്തത് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. രക്തധമനികളുടെ ഭിത്തിയിൽ അടിഞ്ഞു കിടക്കുന്ന എത്തിപ്പെടാനാവാത്ത കാൽഷ്യങ്ങളുണ്ട്. ഇവിടേക്ക് ശബ്ദ തരംഗങ്ങൾ ഒരു ബലൂൺ വഴി ട്രിഗർ ചെയ്യാണ്. ഇത് കാരണം കാൽഷ്യം എന്ന പാറ പൊടിഞ്ഞ് മണൽ പോലെ ആയിത്തീരുകയാണ്. ഇതിന്റെ പേരാണ് ഇൻട്രാവാസ്കുലർ ലിത്തോട്രിപ്സി. അഞ്ചാമത്തത് ലേസർ എനർജി ഉപയോഗിച്ചിട്ടുള്ളതാണ്. കാൽഷ്യത്തെയും രക്തം കട്ടപിടിച്ച ഭാഗത്തെയും ലേസർ ഉപയോഗിച്ച് പൊടിച്ചു കളയുന്ന ലേസർ ആൻജിയോപ്ലാസ്റ്റി. ഒരിക്കൽ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് ആ സ്റ്റെന്റിനകത്ത് വീണ്ടും കാൽഷ്യം ബ്ലോക്ക് വരികയാണെങ്കിൽ ലേസർ ആൻജിയോപ്ലാസ്റ്റി വളരെ നല്ലതാണ്. ഇനി നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. കാൽഷ്യം ബ്ലോക്കുകൾ നീക്കുന്നതിന് മുമ്പ് ഏതൊരു വ്യക്തിക്കും ഹൃദയത്തിനകത്തേക്ക് ക്യാമറ ഇറക്കി നോക്കണം. ഇതിന് നമ്മൾ IVS അതല്ലെങ്കിൽ OCT ഉപയോഗിക്കും. ഇങ്ങനെ കാൽഷ്യത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതിനു ശേഷം ഏതൊക്കെ ആ രോഗിക്ക് ആവശ്യമുണ്ടെന്ന് ഒരു കാർഡിയോളജിസ്റ്റിന് തീരുമാനമെടുക്കാൻ പറ്റും.